കെ സുധാകരന്റെ ഭീഷണി ഏറ്റു. ഹൈക്കമാൻഡ് പിറകോട്ട് പോയി. വി.ഡി. സതീശൻ ഒന്ന് ഒതുങ്ങി. ഇതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിൽ നടക്കുന്ന KPCC നേതൃമാറ്റത്തെ സംബന്ധിച്ചുള്ള ചർച്ചയുടെ ആകെ തുക. ഇനിയിപ്പോൾ എന്ത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഹൈക്കമാൻഡ് പിറകോട്ട് പോയിട്ടുണ്ട്. കാരണം കെ സുധാകരന്റെ ഭീഷണി അത്രമാത്രം ശക്തമായിരുന്നു. MP സ്ഥാനം രാജിവെക്കും. അദ്ദേഹത്തിന്റെ പഴയ ഭീഷണി അവിടെയുണ്ട്. അത് അധികം പൊടിതട്ടി എടുക്കുമോ എന്ന സംശയം ഹൈക്കമാൻഡിനുണ്ട്, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അത് മറ്റൊന്നുമല്ല, BJP-യിലേക്ക് പോകും എന്ന അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള പ്രസ്താവനയാണ്. BJP-യിലേക്ക് പോയാൽ എന്താ? BJP-യിലേക്ക് എനിക്ക് തോന്നുമ്പോൾ ഞാൻ പോകും. അത് ചോദിക്കാൻ നിങ്ങൾ ആരാ? BJP നേതാക്കൾ എന്നെ വന്ന് കണ്ടിരുന്നു, ചർച്ച നടത്തിയിരുന്നു, RSSന്റെ ശാഖയ്ക്ക് ഞാൻ കാവൽ നിന്നിട്ടുണ്ട് തുടങ്ങിയ പ്രസ്താവനകൾ നേരത്തെ അദ്ദേഹം നടത്തിയിരുന്നു. അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നിലുണ്ട്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിയാൽ MP സ്ഥാനം രാജിവെക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അപ്പോൾ അദ്ദേഹം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുമോ? അത് BJP ആകുമോ? അത് കേരളത്തിലെ കോൺഗ്രസിന് മാത്രമല്ല ദേശീയ തലത്തിലും കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് തൽക്കാലം കെ സുധാകരനെ മാറ്റേണ്ടതില്ല എന്ന തീരുമാനത്തിൽ എത്തി. വി.ഡി. സതീശനാണ് കെ സുധാകരനെ മാറ്റണമെന്ന് വാശി പിടിച്ചത്. അദ്ദേഹമാണ് അതിനുള്ള കരുക്കൾ നീക്കിയത്. കെ സുധാകരന് ആരോഗ്യ പ്രശ്നമുണ്ട്, അദ്ദേഹത്തിന് കോൺഗ്രസിനെ നയിക്കാൻ കഴിയില്ല എന്ന വാർത്തകൾ വ്യാപകമായി പ്രചരിപ്പിച്ചതും വി.ഡി. സതീശൻ ക്യാമ്പ് തന്നെയാണ്. ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മെല്ലെ മെല്ലെ വി.ഡി. സതീശന്റെ കളി എന്താണ് എന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലായി. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയും AK ആന്റണിയും A ഗ്രൂപ്പും മറ്റെല്ലാ നേതാക്കളും വി.ഡി. സതീശന്റെ എതിർപക്ഷത്തേക്ക് നീങ്ങുകയും കെ സുധാകരന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. കോൺഗ്രസിൽ വി.ഡി. സതീശൻ പൂർണ്ണമായും ഒറ്റപ്പെടുകയും ചെയ്തു. കെ സുധാകരനെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു രമേശ് ചെന്നിത്തല. ചെറിയ കാര്യമല്ല. രമേശ് ചെന്നിത്തല മുൻ KPCC പ്രസിഡന്റാണ്, മുൻ മന്ത്രിയാണ്, കേരളത്തിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. രമേശ് ചെന്നിത്തല മാത്രമല്ല, മറ്റ് കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നു കെ സുധാകരനെ മാറ്റരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നു രമേശ് ചെന്നിത്തല. അതും വി.ഡി. സതീശന് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു. അതോടൊപ്പമാണ് എന്നെ മാറ്റിയാൽ ഞാൻ MP സ്ഥാനം രാജിവെക്കും എന്ന കൃത്യമായ സന്ദേശം ഹൈക്കമാൻഡിന് നൽകുകയും ചെയ്തത്. അതോടുകൂടി ഹൈക്കമാൻഡ് ഒന്ന് വിറച്ചു. നേരെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കണ്ണൂരിൽ വന്ന് KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചു. എല്ലാവരും ഇന്ന് ഒരു വേദിയിൽ എത്താനും തീരുമാനിച്ചു. അങ്ങനെ തൽക്കാലം മഞ്ഞുരുകിയിട്ടുണ്ട് എന്ന് പറയാം. പക്ഷെ അത്യന്തികമായി കെ സുധാകരനെ മാറ്റുമെന്ന കാര്യം സംശയമേ ഇല്ല. കെ സുധാകരനെയും കൂടി വിശ്വാസത്തിലെടുത്ത് എന്തായിരിക്കണം കോൺഗ്രസിന്റെ ഭാവിയിൽ മാറ്റങ്ങൾ, കോൺഗ്രസിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തായിരിക്കണം എന്ന് സംബന്ധിച്ച് ചർച്ച നടത്തണം എന്നാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. എന്നെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് അത്തരമൊരു ചർച്ച കേരളത്തിൽ നടന്നത് എങ്ങനെ? KPCC പ്രസിഡന്റായ എന്നോട് ചോദിക്കാതെ മറ്റു നേതാക്കളെ നേരിട്ട് കണ്ടത് എങ്ങനെ? ദീപാദാസ് മുൻഷി എന്നെ മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ചർച്ച എങ്ങനെ തുടക്കം കുറിച്ചു കേരളത്തിൽ? ആര് തുടങ്ങി കേരളത്തിൽ? അതിന് എന്തിന് ഹൈക്കമാൻഡ് പിന്തുണ നൽകി? ഈ ചോദ്യങ്ങളാണ് ശക്തമായി കെ സുധാകരൻ ഉന്നയിച്ചത്, കെ സുധാകരനെ പിന്തുണക്കുന്നവരും ഉന്നയിച്ചത്. കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അത് പ്രതിപക്ഷ നേതാവിന്റെ മാത്രം നേട്ടമല്ല, അത് കെ സുധാകരന്റെയും സംഘടനയുടെ നേട്ടം കൂടിയാണ്. അത് ഒന്നിച്ചു കൊണ്ടുപോകണം. അങ്ങനെ ഇരിക്കുമ്പോൾ കെ സുധാകരൻ മാറണം എന്ന് പറഞ്ഞാൽ വി.ഡി. സതീശനും മാറേണ്ടതല്ലേ? ഈ ചോദ്യമാണ് ഉയർത്തിയത്. അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഹൈക്കമാൻഡിന്. ഹൈക്കമാൻഡിന് ആഗ്രഹമുണ്ടായിരുന്നു കെ സുധാകരനെ മാറ്റിക്കളയാമെന്ന്. അതിനുള്ള നീക്കങ്ങൾ ഹൈക്കമാൻഡ് നടത്തുകയും ചെയ്തിരുന്നു. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു ദീപാദാസ് മുൻഷി, കേരളത്തിന്റെ ചുമതലയുള്ള കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി. കെ സുധാകരൻ മാറും എന്ന് എല്ലാവരും വിശ്വസിച്ചതും അതുകൊണ്ട് തന്നെയാണ്. അത്തരം വാർത്തകൾ വന്നതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ കെ സുധാകരൻ ശക്തമായി പ്രതിരോധിച്ചു. കെ സുധാകരന്റെ പിന്നിൽ വി.ഡി. സതീശൻ വിരുദ്ധ കോൺഗ്രസിലെ നേതാക്കൾ അണിനിരന്നു. അതോടുകൂടി ഹൈക്കമാൻഡ് പിൻവാങ്ങി. കേരളത്തിൽ ഇപ്പോൾ 2 ഗ്രൂപ്പ് രൂപം കൊണ്ടിരിക്കുന്നു. പഴയ 2 ഗ്രൂപ്പ് A ഗ്രൂപ്പും I ഗ്രൂപ്പുമാണെങ്കിൽ ഇപ്പോൾ ഇതാ വി.ഡി. സതീശൻ ഗ്രൂപ്പും വി.ഡി. സതീശന്റെ എതിർ വിഭാഗം. അതിൽ കെ സുധാകരനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, A ഗ്രൂപ്പിലെ നേതാക്കളുണ്ട്. എതിരേറെ പറയുന്നു അവർക്ക് പിന്തുണയുമായി AK ആന്റണിയുമുണ്ട് എന്നതാണ് കോൺഗ്രസിൽ വി.ഡി. സതീശൻ വിഭാഗത്തെ പിന്തുണക്കുന്നവരെ അലട്ടിയത്. അതുകൊണ്ട് തൽക്കാലം പിൻവാങ്ങി നിൽക്കാം.
കെ സുധാകരൻ തുടരട്ടെ എന്ന നിലപാടിലേക്ക് വി ഡി സതീശൻ വന്നു. വി ഡി സതീശൻ ശക്തമായി കെ സുധാകരൻ മാറണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ വി ഡി സതീശന്റെ കസേരയും കൂടി തെറിക്കുമോ, രണ്ടുപേരും മാറട്ടെ, പുതിയ രണ്ടുപേർ വരട്ടെ എന്ന രീതിയിലേക്ക് ചർച്ചകൾ വരുമോ എന്ന ആശങ്കയും വി ഡി സതീശനെ പിന്തുണക്കുന്നവർക്കും ഉണ്ടായിരുന്നു. ഇതെല്ലാം കണക്കെടുത്തുകൊണ്ടാണ് തൽക്കാലം മഞ്ഞുരുകാൻ തീരുമാനിച്ചത്. പക്ഷേ ഇതൊരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ്. വരും ദിവസങ്ങളിൽ ഈ ചർച്ചകൾ ചൂടേറും. കെ സുധാകരനെയും ഒപ്പം നിർത്തിക്കൊണ്ടുള്ള ചർച്ചകളിലൂടെ കെ സുധാകരനെ മാറ്റാം എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡുള്ളത്. അതിനുള്ള നീക്കങ്ങളാണ് ഇനി നടക്കുക. അതിനെ കെ സുധാകരൻ എങ്ങനെ പ്രതിരോധിക്കും എന്നതാണ് ഇനി അറിയാനുള്ളത്.